രൂപ അവരുടെ കയ്യിൽ ഇല്ലാത്തോണ്ടല്ലേ അവർ തരാത്തത്. കല്യാണം കഴിഞ്ഞ് തരാമെന്ന് പറയുന്നുണ്ടല്ലോ. അത് നമ്മളെ പറ്റിക്കാനുള്ള വേലയാടാ മോനെ. അപ്പച്ചൻ ഇങ്ങനെ മനുഷ്യത്വമില്ലാതെ വർത്താനം പറയരുത്. സ്വന്തം മകളുടെ കാര്യത്തിൽ ആരെങ്കിലും പറ്റിക്കാൻ നോക്കും അപ്പച്ച. ഈ പെണ്ണിനെ തന്നെ കെട്ടണം നിനക്ക് എന്താ ഇത്ര നിർബന്ധം? മനസ്സ് ചോദ്യം കഴിഞ്ഞ പെണ്ണിനെയല്ലമ്മേ കെട്ടേണ്ടത്. ആഹാ, പക്ഷേങ്കിലേ ശ്രീധരമില്ലാണ്ട് ഈ പെണ്ണിനെ കെട്ടാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. നീ അത് സ്വപ്നത്തിൽ കാണണ്ട. നിനക്ക് ഞങ്ങൾ വേറെ പെണ്ണിനെ കണ്ടത്. വേറെ പെണ്ണിനെ എനിക്ക് ആവശ്യമില്ല. ആഹാ, അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതിന്റെ മോളെ തന്നെ നിനക്ക് കെട്ടണം അല്ലേടാ? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് നിങ്ങൾ അവിടെ ചെന്ന് അനാവശ്യം പറഞ്ഞിട്ടായിരിക്കും. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് മേരിക്കുട്ടി തന്നെയായിരിക്കും. എങ്കിൽ നിനക്ക് ഞാൻ തട്ടാൻ തൊടാതെ ഒരു പൊയ്മോതിരടിച്ചു തരാം. എടാ, നീ അവളെ കെട്ടണ ദിവസം ഞങ്ങളുടെ രണ്ടുപേരുടെ ശവമായിരിക്കും ഇവിടെ കിടക്കണമെന്ന് നീ കരുതിക്കും. എടാ, ശ്രീധനം എന്ന് പറയുന്നത് ആ മക്കളെ വളർത്തുന്നതിന് അപ്പനും അമ്മയ്ക്കും ഉള്ള കൂലിയ. അത് കിട്ടാണ്ട് ഈ കല്യാണം നടത്താൻ ഞങ്ങൾ സമ്മതിക്കുമെന്ന് നീ കരുതണ്ട. അപ്പോ അതാണ് നിങ്ങളുടെ തീരുമാനം. ശരി, നിങ്ങൾ കൂലി വാങ്ങിക്കുന്ന എനിക്കൊന്ന് കാണണം. അങ്ങനെ നീ ഞങ്ങളെ പേടിപ്പിക്കാൻ പറ്റും വേണ്ട കേട്ടാ. നീ പറയുന്നത് മാത്രം അങ്ങോട്ട് നടന്നാ പോരല്ല, ഞങ്ങള് പറയുന്നത് കൂടെ ഒന്ന് നടക്കണമല്ല. അപ്പനും അമ്മയും ഇല്ലാണ്ട് ഇവൻ പോയി പെണ്ണ് കെട്ടുപോ. എന്നാ നമുക്കൊന്ന് കാണണമല്ലോ. അത് തന്നെ ഒന്ന് കാണണം. മത്തായിക്കുട്ടി, നീ എവിടെ പോകുന്നു മോനെ? മത്തായിക്കുട്ടി, നീ എവിടെ പോകുന്നടാ? ഞാൻ മടങ്ങി പോവുകയാണ്. അയ്യോ, എന്റെ പൊന്നു മോനെ പിണങ്ങി പോവാടാ. നീ ഞങ്ങളെ ഉപയോഗിച്ചിട്ട് പോവാണ്. എടാ, കയ്യും കാലും ഇല്ലാത്ത അപ്പച്ചനാ എന്നെ വിളിക്കണേ. അവൻ പോവുകയോ പറ്റൊന്നുമില്ലെന്നേ. അവൻ അവിടം വരെ ചെന്നേച്ചും കൂടെ മടങ്ങിപ്പോരും. നമ്മളെ പേടിപ്പിക്കാനാ. അത് പറ, പേടിപ്പിച്ചാ പെണ്ണ് കെട്ടി കൊടുക്കുമെന്നായിരിക്കും. ആദ്യത്തിരി നേരാ. പേടിക്കണ്ട, ചിലപ്പോൾ അമ്മച്ചി അവിടെ നോക്കും. അതുകൊണ്ടാ കഥ കടച്ചത്. എന്താണ് പറയാനുള്ളത്? എനിക്ക് പോണം. മേരിക്ക് എന്നോട് ഇത്രയേറെ വിശ്വാസമില്ലെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ പറയരുത് ജോയിച്ച. എന്റെ അപ്പച്ചനെ രക്ഷിച്ച ജോയിച്ചനെ എനിക്ക് വിശ്വാസമാണ്. എന്നിട്ടാണ് മേരി ആ പട്ടാളക്കാരനുമായുള്ള കല്യാണത്തിന് സമ്മതിച്ചത്. എനിക്ക് എന്നാ ചെയ്യാനൊക്കും ജോയിച്ച? നിന്നെ ആരെങ്കിലും വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ മേരി, അത് ഞാനായിരിക്കും. ജോയിച്ച, മറ്റാരും നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മേരി, നീയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ജോയിച്ചന്റെ അപ്പച്ചനും അമ്മച്ചനും സമ്മതിക്കുമോ? മേരിക്ക് സമ്മതമാണോ? എന്നോടാണ് ജോയിച്ചൻ ഇങ്ങനെ ചോദിച്ചത്. വെറുതെ ചോദിച്ചതല്ലേ മേരി. നീ എന്റെ പ്രാണനാണ്, എന്റെ പ്രാണനാണ്. ജോയിച്ച, മേരി, ജോയിച്ച, ഞങ്ങൾ പാവങ്ങളാണ് ജോയിച്ച. മേരി, ഞാൻ നിന്നെ എന്റെ റാണിയാക്കും, എന്റെ റാണിയാക്കും. മേരി, മേരി, ജോയിച്ച, മേരി, ജോയിച്ച.
വീട്ടുകാരെ വീട്ടുകാരെ ആരെ കറിയായ ആരോ ആവട്ടെ, ഞാൻ കൊടുന്ന സാരിയും പൊന്നുമല്ല തരി. ഏതായാലും കറിയ അങ്ങാട് കയറി ഇരി. ഇല്ല, ഞാൻ ഇരിക്കണില്ല. എന്താ നിങ്ങൾ ഇത്ര കാരാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഓടിങ്ങോട്ട് എത്രക്കാര് എന്നാ ഞങ്ങ കാണിച്ചേ? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഏ. എന്റെ പൊന്നു സാരി ചേരി. ഇല്ല, ഞങ്ങ എന്നാ ചെയ്തെന്ന് പറ, എന്നാലേ തരുള്ളൂ. പറയടാ എന്തോ ചെയ്ത്. അയ്യോ പഴക്കൊന്നും ഉണ്ടാക്കണ്ട, അങ്ങോട്ട് വിട്, വിടാൻ. നീ വലിയ ആളാവാൻ വന്നിരിക്കാണല്ലേ? തോമാനടുത്ത് നീ ആളാകാൻ നോക്കണ്ട. ഇയാൾ കൊണ്ടുവന്നല്ല ഇതാ കിടക്കുന്നു. എടുത്തോണ്ട് പോ. ഇവിടെ ആർക്കും വേണ്ട. എടുത്തോണ്ട് പറ, എടുത്തോണ്ട് പോരാ പറഞ്ഞ. എന്നാ കറി ഇത് കൊണ്ടുപോയിക്കാം. നീ ഇവിടെ നിൽക്കണം. എനിക്ക് വേണ്ട എടുത്തു. പിന്നെ കറിയാ ചോദിച്ചതാ. ഞാൻ ചോദിച്ചത് വേണ്ട, അതിനിവിടെ വെച്ചേക്കാൻ പറ്റില്ല, കൊണ്ടുപോയിക്കോ. എനിക്ക് വേണ്ട തോമച്ചേട്ടാ. ഞാനിത് മേരിക്കുട്ടിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അത് അവക്ക് തന്നെ കൊടുത്തേച്ചാ മതി. ഞാൻ ഈ നാട് വിട്ട് പോവുകയാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. കറിയാ എടാ, ഇങ്ങോട്ട് വരാ. ഇങ്ങോട്ട് വാ. എടാ നിനക്ക് മേരീനെ കെട്ടണോ? എടാ കെട്ടണോന്നാണ് ചോദിച്ചത്. എന്നെ തല്ലാനാണ്. എടാ മേരീനെ നിനക്ക് കെട്ടണമെങ്കിൽ ഞാൻ കെട്ടിച്ചേരാം. ധൈര്യമായി പറ. എങ്കിൽ കെട്ടണം. സമ്മതിച്ചിരിക്കണം. പക്ഷേ എങ്കിൽ ഒരു കാര്യം, നിനക്ക് തരാൻ എന്റെ കയ്യിൽ പണമില്ല. എനിക്ക് ഒറ്റ കാശും വേണ്ട. മേരിക്കുട്ടിനെ എനിക്ക് കെട്ടിത്തന്നാൽ മാത്രം മതി. എന്റെ കർത്താവേ, എന്റെ ആശ നിറവേറ്റി. ഇവൾ ആദ്യമേ പറഞ്ഞതാണ്. അന്ന് ഞാൻ സമ്മതിച്ചില്ല. ഇന്ന് ഞാൻ സമ്മതിച്ചിരിക്കണം. കെട്ടൊന്നും നടക്കണമെന്ന് പറ. കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പുറമ്പോക്കി താമസിക്കില്ല. വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്കിൽ നാട്ടിൻ പുറത്തൊരു പഴയ വീട് വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അത് ശരിയാക്കുന്നവരെ സമയം അത് നിന്റെ ഇഷ്ടം. മേരീനെ നിനക്ക് കെട്ടിച്ചേരാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു. കെട്ട് അപ്പൊ നടത്തണോ അപ്പൊ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ അറിയാതെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ പോയി വീട് നന്നാക്കി വെച്ച് മടാമ. ഞാൻ പോയിട്ട് വരട്ടെ. എന്റെ മോൻ നന്നായി വാ. മോളെ മേരിക്കുട്ടി,